ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് 5x5 റുബിക്സ് ക്യൂബിൻ്റെ സെൻറ്റർ മാത്രം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ ഓൾറെഡി 5x5 ക്യൂബിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ സെൻറ്റർ സോൾവിങ് മാത്രം ചെയ്യാൻ വേണ്ടി പറ്റുമോ, അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ വീട്ടിൽ സെൻറ്റർ സോൾവിങ് മാത്രമേ ഉള്ളൂ. പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഓൾ സെറ്റ് ബൈ അരുൺ എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് ക്യൂബിൻ്റെ വീഡിയോ ഇതിനോട് ചെയ്തിട്ടുണ്ട്. ഒരു 10-15ഓളം ക്യൂബിൻ്റെ സോൾവിങ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും അൽഗോരിതം നിങ്ങൾക്ക് അവിടെ കയറി കാണാൻ വേണ്ടി പറ്റും. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. ഓൾ സെറ്റ് ബൈ അരുൺ എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ്. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. അപ്പം ഞാൻ നേരെ വീഡിയോയിലോട്ട് പോവാണ്. ഇതാണ് നമ്മുടെ 5x5 റുബിക്സ് ക്യൂബ് എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കാണാം. അതിൻ്റെ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു ക്യൂബാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു കളർ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇതിൽ നിങ്ങൾ സെൻറ്റർ കറക്റ്റ് സെൻറ്ററിൽ ഇപ്പോൾ ഒരു ബ്ലൂ എന്നുള്ളൊരു കളർ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ബ്ലൂ ആയിരിക്കണം എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ വൈറ്റ് ഉണ്ടല്ലേ, ഈ ഒരു ഭാഗം വൈറ്റ് കണ്ടതുകൊണ്ട് ഈ ഒരു സൈഡ് കംപ്ലീറ്റ് വൈറ്റിൻ്റെ സൈഡാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഗ്രീൻ കണ്ടതുകൊണ്ട് ഗ്രീൻ ആണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് കറക്റ്റ് സെൻറ്റർ ഉണ്ടായിരിക്കും. 3x3 ആണെങ്കിലും ശരി, 5x5 ആണെങ്കിലും ശരി, കറക്റ്റ് ഒരു സെൻറ്റർ നമുക്ക് ഉണ്ടായിരിക്കും. ഇതൊരിക്കലും ചേഞ്ച് ആവില്ല നമ്മൾ എങ്ങനെയൊക്കെ തിരിച്ചു കഴിഞ്ഞാലും. ഇതിപ്പോൾ നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തൊരു ക്യൂബാണെന്ന് നിങ്ങൾക്കറിയാം. ഇനി ഇതിൻ്റെ സോൾവിങ്ങിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മൾ അൽഗോരിതം വെച്ചിട്ടാണ് ഇതിൻ്റെ സോൾവിങ് സെൻറ്റർ സോൾവിങ് ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾ അൽഗോരിതം ഇല്ലാത്തതും എല്ലാ രീതിയിലും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഒരു ആദ്യമായിട്ട് ആൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഏറ്റവും സുഖം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും എളുപ്പം. എന്തുകൊണ്ട് എളുപ്പം? ഇത് അൽഗോരിതം വെച്ചായതുകൊണ്ടാണ് ഞാൻ അൽഗോരിതം വെച്ച് പറയുന്നത്. അൽഗോരിതം ഇല്ലാണ്ട് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പം ഈ വീഡിയോയിൽ നമുക്ക് അൽഗോരിതത്തിൻ്റെ കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു കാര്യം പരിചയപ്പെടുത്തരാം. നമ്മൾ സെൻറ്റർ സോൾവിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതത്തിൻ്റെ 1-2 ടേം ഞാൻ പറഞ്ഞുതരാം. എന്താണ് റൈറ്റ് ഇൻവേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം ഇതിൽ മറ്റേ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഡീപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമുക്ക് സെൻറ്റർ സോൾവിങ്ങിന് ആവശ്യമുള്ളത് മാത്രം എന്താണെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് റൈറ്റ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമ്മളിതിൽ യൂസ് ചെയ്യുന്നുണ്ട് RR എന്ന് യൂസ് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ ആറും സ്മോൾ ആറും കൂടെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ലെയറും കൂടെ കൂട്ടിത്തിരിക്കാം. RR ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഇങ്ങോട്ട് തിരിക്കാം. എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും സോൾവ് ചെയ്യുന്ന സമയത്ത്. പിന്നെ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അപ്പ്. ഇത് അപ്പ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഇത്രയേ ഉള്ളൂ നമുക്കിതിൽ ഈ ഒരു സെൻറ്റർ സോൾവിങ്ങിന് വേണ്ടി ആവശ്യമുള്ളത്. ഇപ്പോൾ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ് സൈഡ് ജസ്റ്റ് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക. അപ്പ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക. റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക. റൈറ്റ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക. അത്രയാണ് ഇതിൻ്റെ ലോജിക്ക് വരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ഇതിൻ്റെ സോൾവിങ്ങിൽ വരുന്ന സമയത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു സൈഡ് സെലക്ട് ചെയ്യാം, അതിൻ്റെ സെൻറ്റർ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമുക്ക് ഏത് സൈഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഞാൻ ഷഫിൾ ചെയ്ത ക്യൂബാണ്, നിങ്ങൾക്ക് കാണാം. വേണമെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് നിങ്ങൾ മുന്നിൽ ഷഫിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ തിരിച്ചു എങ്ങനെ വേണമെങ്കിലും, ഇതിലൊന്നും യാതൊരു ട്രിക്കില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ സെലക്ട് ചെയ്യാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് അതാണ്. ഏത് സൈഡാണ് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു സൈഡ്. നിങ്ങൾ പറഞ്ഞൊരു കളർ നമ്മൾ എപ്പോഴും ചെയ്യുന്ന വൈറ്റ് ആണെങ്കിൽ വൈറ്റ് നമുക്ക് എടുക്കാം. വൈറ്റ് ആണെങ്കിൽ വൈറ്റ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് നോക്കാം. വൈറ്റ് എന്നുള്ളൊരു സൈഡ് എടുത്തു. ഇപ്പോൾ അല്ലെങ്കിൽ വേറെ ഏത് കൊടുക്കട്ടോ. വൈറ്റ് എന്നുള്ളൊരു സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വൈറ്റിൻ്റെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ഒരു പോർഷൻ നമ്മൾ കറക്റ്റ് സെൻറ്റർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു 9 പീസ് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 9 പീസ് വൈറ്റ് ആക്കുക എന്നാണല്ലോ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയോ? വൈറ്റിൻ്റെ ഈ ഒരു പീസുകൾ 1, 2, 3, 4 ഈ ഒരു ഡയമണ്ട് ഷേപ്പ് പോലെ കിടക്കുന്നത് പ്ലസ് പോലെ, വൈറ്റിനെ പ്ലസ് പോലെ ആക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു 4 ഭാഗത്ത് 1, 2, 3, 4 ഇവിടെ വൈറ്റിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമ്മളെ ക്യൂബിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വൈറ്റിൻ്റെ പീസുകൾ കാണാം. ഇവിടെ അങ്ങനെ പല സ്ഥലത്ത് വൈറ്റിൻ്റെ പീസുകളുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് ഈ സ്ഥലമാണ്. 1, 2, 3, 4 ഈ ഒരു ഷേപ്പ് വൈറ്റിനെ കറക്റ്റ് പ്ലസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ക്യൂബ് എവിടേക്കാണ് വൈറ്റിൻ്റെ പീസുകളിൽ നോക്കാം. ഇപ്പോൾ നോക്കുന്ന ക്യൂബൊക്കെ നമ്മൾ തിരിച്ചു നോക്കുന്ന സമയത്ത്, നിങ്ങൾ വെറുതെ തിരിച്ചു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഒരു വൈറ്റ് കാണാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് എഴുതി നോക്കിയതാ ഇവിടെ എത്തി. ഈ വൈറ്റിനെ നമുക്ക് ഇവിടെ എത്തിക്കണം, ഈ യെല്ലോൻ്റെ സ്ഥലത്ത് എത്തിക്കണം. അതിന് വേണ്ടി വെറുതെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഈ വൈറ്റ് ഇവിടെ എത്തി. നിങ്ങൾക്ക് നിങ്ങളുടെ ക്യൂബിലുള്ള വൈറ്റിൻ്റെ പീസിനെ മൊത്തം ഈ ഒരു 4 പൊസിഷനിൽ എത്തിക്കണം എന്നുള്ളതാണ് വേണ്ടത്. ഇനി 2 ഓറഞ്ചും ഒരു യെല്ലോ ഇരിക്കുന്ന സ്ഥലത്തും കൂടെ നമ്മൾ വൈറ്റിന് എത്തിക്കണം. നിങ്ങൾക്ക് അത് വെറുതെ ഒന്ന് തിരിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് നോക്കി ഇവിടെ കാണുന്നുണ്ട്, ഇവിടെ ഒരു വൈറ്റ് കാണുന്നുണ്ട്, ഒരു വൈറ്റ് നേരെ ഇവിടെ എത്തിച്ചു, കിട്ടി. ഇനി അടുത്തതാ ഇവിടെ ഒരു വൈറ്റ് കാണുന്നുണ്ട്, നേരെ നോക്കിയതാ ഇവിടെ തിരിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി, കണ്ടോ. ഇനി ഈ യെല്ലോ ഇരിക്കുന്ന സ്ഥലത്തും കൂടെ വൈറ്റ് എത്തിക്കണം. ഇവിടെ ഒരു വൈറ്റ് ഇരിക്കുന്നത് കണ്ടോ. ഈ വൈറ്റിന് നമ്മൾ
നേരെ ഈ യെല്ലോ ഇരിക്കുന്നിടത്ത് കൊണ്ട് തിരിച്ചാൽ മതി. നേരെ ഒന്ന് ഇങ്ങനെ തിരിച്ചു ജസ്റ്റ് ഒന്ന് തിരിച്ചു നോക്കി, ഈ ഒരു രീതിയിൽ എത്തിച്ച്. ഇതിന് ഇത്ര ഞാൻ ചെയ്തതിന് പ്രത്യേകിച്ച് അങ്ങനെ സ്റ്റെപ്പോ കാര്യങ്ങളൊന്നുമില്ല. ക്യൂബിൻ്റെ റൊട്ടേഷൻ നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഏത് കളറാണോ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുന്നത് അതിനെ ജസ്റ്റ് ഒന്ന് പ്ലസ് ആക്കി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ക്യൂബിൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് പ്രത്യേകിച്ച് സ്റ്റെപ്പ് കാര്യങ്ങളൊന്നും പറയാനില്ല. ഇനി അടുത്തത് മുതലാണ് നമ്മൾ അടിപൊളിയായിട്ട് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു പ്ലസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ആദ്യം തന്നെ. ഇനി നമ്മൾ നോക്കേണ്ടത് വൈറ്റിൻ്റെ ഈ ഒരു 4 സ്ഥലം 1 2 3 4 കോർണർ, അതായത് ഉള്ളിലെ കോർണർ, അവിടെ നമ്മൾ വൈറ്റ് കൊണ്ടുവരണം എന്നാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളെ ക്യൂബിൽ എവിടേക്കാണോ വൈറ്റ് ഉള്ളത് നോക്കാം. ഇതാ ഇവിടെ മുകൾ ഭാഗത്ത് നമ്മളിനി ഇങ്ങനെ ഇതിനെ ഫേസ് ഭാഗം, ഇതിനെ അപ്പ് ഭാഗം എന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ ഫേസ് ചെയ്തു, ഇതിൻ്റെ മുകൾ ഭാഗത്ത് എവിടെ എപ്പോഴും വൈറ്റിനെ എത്തിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, ഈ വൈറ്റിനെ നമ്മൾ നേരെ തിരിച്ച് ഈ റൈറ്റ് ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് കൊണ്ടെത്തിച്ചു. ഈ ഒരു ഭാഗത്ത് എപ്പോഴും കൊണ്ടെത്തിക്കുക നമ്മൾ, ഈ ഒരു വലത് ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് കൊണ്ടെത്തിക്കുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കണ്ടോ നിങ്ങൾ ഈ ഒരു ബ്ലൂ എന്നുള്ള പീസ്, ഈ പീസ് ബ്ലൂ എന്നുള്ള പീസ് ഇവിടുന്ന് പോയിട്ട് ഈ വൈറ്റ് ഇങ്ങോട്ട് ചാടണം. അതായത് ഇവിടെ ഇരിക്കുന്ന പീസ് നേരെ ഇങ്ങോട്ട് വരണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്, ഒരു ഫസ്റ്റ് ഒരു അൽഗോരിതം ചെയ്യുന്നുണ്ട്. വളരെ എളുപ്പമുള്ളൊരു സ്റ്റെപ്പാണ്. നമ്മൾ വൈറ്റിനെ നമ്മൾ ഏത് പീസിനെയാണോ ഇവിടെ എത്തിക്കേണ്ടത്, ഈ ഒരു 4 പീസ് നമ്മൾ സെറ്റ് ചെയ്യണമല്ലോ, 1 2 3 4 ഈ ഭാഗം സെറ്റ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് പീസാണോ എത്തേണ്ടത് വൈറ്റിനെ ഇവിടെ കൊണ്ടെത്തിക്കുക, ഈ ഒരു പൊസിഷനിൽ ടോപ്പിൽ കൊണ്ടെത്തിക്കുക. എന്നിട്ട് ഇതിനെ ഇവിടെ എത്തിക്കണം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സ്റ്റെപ്പ് ഞാൻ ഡിസ്പ്ലേയിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ ചെയ്താൽ മതി. RR അപ്പ്, RR ഇൻവേഴ്സ് അപ്പ്, RR അപ്പ് 2 ടൈംസ്, RR ഇൻവേഴ്സ്. RR എന്ന് പറയുമ്പോൾ 2 ഉപയോഗിക്കേണ്ടതെന്ന് ശ്രദ്ധിക്കണം. യെസ്, കറക്റ്റ്. നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന വൈറ്റ് നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഉണ്ടായിരുന്ന ബ്ലൂ പോയി. ഇനി നമുക്ക് അടുത്ത വൈറ്റിൻ്റെ പീസ് എടുക്കാനുള്ളത് നോക്കാം. ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഈ ഭാഗത്ത് തന്നെ ഉണ്ട് വൈറ്റിൻ്റെ പീസ്. ഇതാ നമ്മളിതാ ഈ ഒരു പൊസിഷനിൽ കൊണ്ടെത്തിച്ചു. ഇനി നമ്മൾ ഇവിടെ ഫ്രീ ആക്കി കൊടുത്തു. ഇവിടെ ഈ ഒരു ഗ്രീനിൻ്റെ പൊസിഷനിലോട്ടാണ് നമുക്ക് ഈ വൈറ്റ് ചാടി വരേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്തിച്ചു. ഇതാ ഇങ്ങനെ പിടിച്ചു, വൈറ്റിനെ ഇവിടെ എത്തിച്ചു. ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ഈ ഒരു വൈറ്റിൻ്റെ പീസാണ് ഇങ്ങോട്ട് ചാടി വരിക. അതിന് വേണ്ടിയിട്ട് നമ്മളെ സെയിം സ്റ്റെപ്പ് RR അപ്പ്, RR ഇൻവേഴ്സ് അപ്പ്, RR അപ്പ് 2 ടൈംസ് തിരിച്ചു, RR ഇൻവേഴ്സ്. യെസ്, കണ്ടോ ഇതും ഇവിടെ വന്നു. ഇനി അടുത്തൊരു പീസ് ഇതാ നമ്മൾ നേരെ ഇങ്ങനെ തിരിച്ചു വെച്ചു. ഈ റെഡിൻ്റെ പ്ലേസിലോട്ട് നമുക്ക് ഈ ഒരു പീസിനെ എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു പൊസിഷനിൽ എത്തിച്ചു. RR അപ്പ്, RR ഇൻവേഴ്സ് അപ്പ്, RR അപ്പ് 2 ടൈംസ്, RR ഇൻവേഴ്സ്. കണ്ടോ എത്ര അടിപൊളിയായിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് നോക്കാം അടുത്ത പീസ് എവിടെ ഇരിക്കുന്നത് നോക്കാം. അടുത്ത വൈറ്റിൻ്റെ പീസ് ഈ സൈഡിൽ എവിടെയെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. എവിടെയും കാണാനില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും നേരെ ഇവിടെ ബാക്ക് സൈഡിലാണ് ഉള്ളതെന്ന്. അതായത് നമ്മൾ ഇവിടെ വൈറ്റ് ചെയ്യുകയാണ്, ഇതിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് ഈ ഒരു വൈറ്റ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു വൈറ്റിനെ നേരെ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും എത്തിക്കണം, ഈ ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ എത്തിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ വൈറ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ നേരെ ബാക്ക് സൈഡിലാണുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ഇപ്പുറത്തേക്ക് ചാടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പീസ് നമുക്ക് ഈ ഒരു സൈഡിൽ എവിടെയെങ്കിലും കിട്ടിയാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങോട്ട് തിരിച്ചു. എന്നിട്ട് ഇതിനെ 2 തവണ 1 2 തവണ റൈറ്റിലേക്ക് തിരിച്ചു, ഫേസിലേക്ക് തിരിച്ചു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാപ്പിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് എന്തായി, ഇവിടെ വൈറ്റൊക്കെ ഇതുപോലെ ഉണ്ട്. എനിക്ക് ഈ ഒരു വൈറ്റിനെ ഈ ഒരു സൈഡിൽ കിട്ടി, നമുക്ക് മുകളിൽ കിട്ടേണ്ടത് കിട്ടി. ഇനി നമ്മൾ നേരെ ഇതുപോലെ പഴയതുപോലെ ഇങ്ങോട്ട് തിരിച്ചു വെച്ചു. ഇനി ഈ ഒരു വൈറ്റിനെ നമുക്ക് ഇവിടേക്ക് ചാടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെയിം സ്റ്റെപ്പ് RR അപ്പ്, RR ഇൻവേഴ്സ് അപ്പ്, RR അപ്പ് 2 ടൈംസ്, അപ്പ് 1 അപ്പ് 2, RR ഇൻവേഴ്സ്. ഇപ്പോൾ നോക്കിയേ നമുക്ക് നമ്മുടെ കറക്റ്റ് വൈറ്റ് എന്നുള്ളത് സെൻറ്റർ കിട്ടി. ഇനി നമുക്ക് അടുത്ത ഓരോരോ സൈഡ് ഇതുപോലെ ചെയ്യാം, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. വൈറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടിയ വൈറ്റിനെ നമ്മൾ താഴെ വെച്ചു. ഇനി വൈറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള യെല്ലോ നമുക്ക് ചെയ്യാം. യെല്ലോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യെല്ലോയിൽ ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഗ്രീനും ഈ ബ്ലൂവും ഈ ഓറഞ്ചും അവിടെയും കൂടെ നമ്മൾ ആദ്യം യെല്ലോ എത്തിക്കുകയാണെന്ന് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം യെല്ലോൻ്റെ പീസുകൾ. ഇപ്പോൾ നമുക്ക് ഇവിടെ യെല്ലോ ഉണ്ട്, പക്ഷെ നമ്മൾ ഈ യെല്ലോ ഇങ്ങനെ ഇങ്ങോട്ട് തിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം താഴെ ചെയ്ത വൈറ്റ് പോകരുത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക്. വൈറ്റ് പഴയതുപോലെ തന്നെ ഉണ്ട്. നമുക്ക് ഈ ഒരു യെല്ലോ ഇങ്ങോട്ട് കയറണം എന്ന് വിചാരിക്കാം. നമുക്ക് ഏത് യെല്ലോ ആണോ ഇങ്ങോട്ട് കയറേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു യെല്ലോ ഇങ്ങോട്ട് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ കയറേണ്ട യെല്ലോനെ നേരെ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു വെക്കുക. ഇതാണ് നമുക്ക് കയറേണ്ടത്, ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു വെച്ചു. എന്നിട്ട് ഇത് 2 നേരെ ഇങ്ങോട്ട് തിരിച്ചു, താഴോട്ട് തിരിച്ചു. ഇനി ഇത് നേരെ ഇങ്ങോട്ട് തിരിച്ച് ഇവിടെ എത്തിച്ച് നേരെ ഒന്ന് മുകളിലോട്ട് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയറേണ്ട പീസ് ഇവിടെ കയറുകയും ചെയ്യും, താഴെ അതുപോലെ ഉണ്ടാവും. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെയും നമുക്ക് സെറ്റായി. ഇനി ഈ ഗ്രീനും ഓറഞ്ചും സെറ്റാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്ത പീസ് നോക്കാം. ഇവിടെ ഉണ്ട്,
ഇവിടെ ഒരു യെല്ലോ പീസ് ഉണ്ട്. ഈ യെല്ലോ പീസ് പക്ഷെ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ എന്താവും, താഴെ വൈറ്റ് പോവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് പീസാണോ അങ്ങോട്ട് കയറ്റേണ്ടത് അതിന് ആദ്യം ഒന്ന് ലെഫ്റ്റിലോട്ട് ഞാൻ തിരിച്ച് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു, നേരെ ഇതാ ഇങ്ങോട്ട് തിരിച്ചു. വളരെ ഈസിയാണ്, നിങ്ങൾക്കൊന്ന് സ്ലോ ആക്കി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. താഴെ അതുപോലെ ഉണ്ട്. ഇനി നമുക്ക് നോക്കാം അടുത്ത യെല്ലോയുടെ പീസ് എവിടെയുള്ളത് നോക്കാം. യെല്ലോയുടെ പീസ് എവിടെയുള്ളത് ഇവിടെ ഉണ്ടല്ലേ. നമുക്ക് ഇതാ ഈ ഒരു യെല്ലോ പീസ് ഇങ്ങോട്ട് കയറണം. ഈ യെല്ലോ പീസ് ഇതാ ഇങ്ങോട്ട് കയറണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് എന്താവും, താഴെ പോകും. അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ട്രിക്ക് എന്താ, നമുക്ക് ഏതാണോ അങ്ങോട്ട് ചാടിക്കേണ്ടത് അതിനാദ്യം നേരെ ലെഫ്റ്റിലോട്ട് തിരിച്ച് വെക്കുക. എന്നിട്ട് നേരെ ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് തിരിക്കുക, നേരെ ഇതാ ഇങ്ങോട്ട് തിരിച്ചു, നേരെ ഒന്ന് തിരിച്ച് വെച്ചു. അപ്പോൾ എന്തായി, നമുക്ക് യെല്ലോ പ്ലസ് ആയിട്ട് കിട്ടി, താഴെ വൈറ്റ് അതുപോലെ തന്നെ ഉണ്ട്. ഇനി നമ്മൾ ചെയ്ത അൽഗോരിതം വെച്ച് ചെയ്ത സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമുക്ക് ഈ ഒരു പൊസിഷനിലോട്ട് എത്തിക്കണം, മുകളിലുള്ള കളറിനെ. യെസ്, യെല്ലോനെ ഇവിടെ എത്തിച്ചു. ഈ യെല്ലോനെ ഈ ഓറഞ്ച് ഇരിക്കുന്ന സ്ഥലത്തിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സ്റ്റെപ്പ്. RR അപ്പ്, RR ഇൻവേഴ്സ് അപ്പ്, RR അപ്പ് 2 ടൈംസ് RR ഇൻവേഴ്സ്. കണ്ടോ, കറക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. താഴെ വൈറ്റൊക്കെ അതുപോലെ ഉണ്ട്. ഇനി നമ്മൾ അടുത്ത കളർ എടുക്കുകയാണ്. നേരെ ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു, ഈ ഒരു പൊസിഷനിലോട്ടാണ് കയറി വരിക. ഇവിടെ ടോപ്പിൽ നമുക്കൊരു യെല്ലോ കൂടെ ഉണ്ട്. കറക്റ്റ് ഇതേ പൊസിഷനിൽ എത്തിച്ച് സെയിം സ്റ്റെപ്പ് RR അപ്പ്, RR ഇൻവേഴ്സ് അപ്പ്, RR അപ്പ് 2 ടൈംസ് RR ഇൻവേഴ്സ്. കണ്ടോ, കറക്റ്റ് വളരെ ഈസി ആയിട്ട് കിട്ടി. ഇനി അടുത്ത യെല്ലോ എവിടെയുള്ള നോക്കാം നമുക്ക്. ഇതാ ഇവിടെ ഉണ്ട്. ഈ യെല്ലോനെ നമുക്ക് ഈ ഒരു പൊസിഷനിൽ എത്തിക്കണം. അതിനുവേണ്ടി നമ്മൾ തിരിച്ച് ഇവിടെ ഫ്രീ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ എത്തിച്ചു. നമ്മൾ സെയിം സ്റ്റെപ്പ്, ഈ ഒരു യെല്ലോ ഇവിടെ കയറും. RR അപ്പ്, RR ഇൻവേഴ്സ് അപ്പ്, RR അപ്പ് 2 ടൈംസ് RR ഇൻവേഴ്സ്. വളരെ ഈസി ആയിട്ട് കിട്ടി. ഇതാ ഈ ഒരു പൊസിഷനിലുണ്ട്. നമുക്ക് നേരെ ഇവിടെ ഈ ഒരു പൊസിഷൻ ഫ്രീ ആക്കി കൊടുത്തു. സെയിം സ്റ്റെപ്പ് RR അപ്പ്, RR ഇൻവേഴ്സ് അപ്പ്, RR അപ്പ് 2 ടൈംസ് RR ഇൻവേഴ്സ്. ഇപ്പം എന്തായി, വൈറ്റ് ഓക്കെയാണ്, യെല്ലോ ഓക്കെയാണ്. സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി രണ്ടെണ്ണം സ്പീഡിൽ ചെയ്യാം. നമുക്ക് ഏതെടുക്കാം, ബ്ലൂ എടുക്കണോ അല്ലെങ്കിൽ ഗ്രീൻ എടുക്കണോ? ഗ്രീൻ ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഒരെണ്ണം കെട്ടി കിടക്കുന്നുണ്ടല്ലോ. നമുക്ക് ഗ്രീൻ ചെയ്യാം എന്നെങ്കിൽ. ഗ്രീൻ എടുക്കുന്ന സമയത്ത് ഗ്രീനിൻ്റെ ബാക്കി കളേഴ്സ് എവിടേക്കുള്ളത്, സെൻറ്റർ എവിടേക്കുള്ളത്? ഇതാ ഇവിടെ ഉണ്ട് അല്ലേ. ഗ്രീനിൻ്റെ സെൻറ്റർ നമ്മൾ നേരെ എങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു. ഓക്കെ, ഒരെണ്ണം സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ താഴെ പോകാനൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് നേരെ സ്പീഡിൽ ചെയ്യാം. ഇനി അടുത്തത് എവിടെയാണ് ഗ്രീനിൻ്റെ കളറുള്ളത് നമുക്ക് നോക്കാം. ഇതാ ഇവിടെ ഉണ്ടല്ലേ, ഗ്രീൻ ഇതാ ഇവിടെ ഉണ്ട്. നമ്മൾ നേരെ തിരിച്ച് കഴിഞ്ഞപ്പോൾ ഗ്രീൻ്റെ ഒരു പീസ് ഇവിടെ ഉണ്ട്. നമ്മൾ വൈറ്റും യെല്ലോ ഇവിടെ അതുപോലെ ഉണ്ട്, സോൾവ് ആയിട്ട് കിടക്കുന്നുണ്ട്. അത് തെറ്റരുത്, അത് ശ്രദ്ധിക്കണം. ഇനി അടുത്ത കളർ എവിടെയുള്ളത് ഗ്രീനിൻ്റെ? യെസ്, ഇവിടെ ഉണ്ട് അല്ലേ. ഗ്രീനിന് ഇനി ഒരു സെൻറ്ററും കൂടെ ഒരു സൈഡും കൂടെ വരാനുണ്ട്. ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പീസിനെ നേരെ ഇപ്പുറത്ത് എത്തിക്കണം എന്നുണ്ടെങ്കിൽ, ഈ ഒരു സൈഡിൽ എവിടെയെങ്കിലും എത്തിക്കണം എന്നുണ്ടെങ്കിൽ നേരെ ലെഫ്റ്റിലോട്ട് വെച്ചു, നേരെ ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സ്റ്റെപ്പ് ഒന്ന് റൈറ്റിലോട്ട് തിരിച്ചു, ഒന്ന് ഇവിടെ എത്തിച്ചു. ഓക്കെ, ഇവിടെ എത്തിച്ച സമയത്ത് നമുക്ക് കാണാം ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കണം. ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതാ നേരെ ഒന്നിങ്ങോട്ട് തിരിച്ചു, ഇങ്ങനെ എത്തിച്ചു. ഇപ്പോൾ നമുക്ക് പ്ലസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ പ്ലസ് ആക്കി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഗ്രീൻ പ്ലസ് ആക്കി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെയിം സ്റ്റെപ്പ് നമ്മൾ ഏത് ഭാഗത്താണോ എവിടെയാണോ വേണ്ടത് ടോപ്പിലുള്ളത് നേരെ ഈ ഒരു പൊസിഷനിൽ എത്തിക്കുക ഗ്രീനിനെ. നമ്മളെ സെയിം സ്റ്റെപ്പ് ഈ ഒരു ഓറഞ്ചിൻ്റെ പ്ലേസിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളെ സെയിം സ്റ്റെപ്പ് RR അപ്പ്, RR ഇൻവേഴ്സ് അപ്പ്, RR അപ്പ് 2 ടൈംസ് RR ഇൻവേഴ്സ് കയറിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഇതാ ഇവിടെ ഉണ്ട്. നമ്മൾ ഈ ഒരു പീസിനെ നേരെ ഇങ്ങോട്ട് എത്തിക്കണം. RR അപ്പ്, RR ഇൻവേഴ്സ് അപ്പ്, RR അപ്പ് 2 ടൈംസ് RR ഇൻവേഴ്സ് സെയിം സ്റ്റെപ്പ്. ഇനി നമുക്ക് നോക്കാം ഈ ഒരെണ്ണം കൂടെ സെറ്റാക്കാനുള്ളത്. ഈ ഗ്രീനിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഈ ഒരു ഗ്രീൻ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രീനിനെ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് എങ്ങോട്ടാണോ എത്തിക്കേണ്ടത് അതിന് ലെഫ്റ്റ് സൈഡ് എത്തിച്ചു, നേരെ ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു, നേരെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചു, നേരെ തിരിച്ചു. നമ്മൾ സെയിം ചെയ്ത സ്റ്റെപ്പുകളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി നമുക്ക് നേരെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കണം, ഇവിടെ എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ വെച്ചു RR അപ്പ്, RR ഇൻവേഴ്സ് അപ്പ്, RR അപ്പ് 2 ടൈംസ് സെറ്റാണ്. ഇനി നമുക്ക് നേരെ ഗ്രീനിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് എടുക്കാം. ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? ബ്ലൂ ആണല്ലേ. ബ്ലൂവിൻ്റെ സൈഡ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ബ്ലൂവിൻ്റെ സൈഡിന് നമുക്ക് ആദ്യം പ്ലസ് ക്രിയേറ്റ് ചെയ്യാം. ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഒരു പീസ് കിടക്കുന്നുണ്ട്. ഇനി ബാക്കി പ്ലസ് സൈഡുകൾ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ ഒരു സൈഡ് നമ്മൾ കാണുന്നുണ്ട്. നേരെ ഒന്ന് ഇങ്ങോട്ട് തിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീനിൻ്റെ സൈഡ് തെറ്റിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് അത് അതുപോലെ തന്നെ വെക്കാം. എന്നിട്ട് നമ്മൾ ഏത് സൈഡാണ് അങ്ങോട്ട് കയറ്റാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനിപ്പോൾ ഈ ഒരു പീസാണ് ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഈ പീസാണ് അങ്ങോട്ട് കയറ്റുണ്ടെങ്കിൽ, ഈ ബ്ലൂ ആണ് കയറ്റുണ്ടെങ്കിൽ അതിനെ നേരെ ഒന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് തിരിച്ച് വെക്കാം.
ശേഷം നമ്മൾ ഇതൊന്ന് നേരെ ഒന്നും കൂടി തിരിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതാ നേരെ ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് ഇങ്ങനെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ചെയ്ത് വെച്ചിട്ടുള്ളത് തെറ്റിപ്പോവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും കൂടെ ശരിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചു വെച്ചു. നമുക്ക് ഇനി ഈ ഒരു പീസിനെ അങ്ങോട്ട് കയറ്റാനാണെങ്കിൽ നേരെ ഒന്നിനെ അങ്ങോട്ട് തിരിച്ചു, ഒന്നിതാ നേരെ ഇങ്ങോട്ട് തിരിച്ചു. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞ സമയത്ത് നമുക്ക് നേരെ ഇതിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം അടുത്തത് ഒരു സൈഡും കൂടെയാണ് കിട്ടാനുള്ളത്, ഇവിടെയാണ് കിട്ടാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരെ ഒന്ന് താഴോട്ട് തിരിച്ചു, 2 തവണ റൈറ്റിലോട്ട് തിരിച്ചു. കണ്ടോ, ഇപ്പോൾ നോക്കി ഇത് കറക്റ്റായിട്ട് നമുക്ക് പ്ലസ് പോലെ ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെയ്ത സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം ഈ ഒരു പീസും കൂടെ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ മുകളിൽ കാണാം, ഇവിടെ ബ്ലൂ കിടക്കുന്നുണ്ട്. നമ്മൾ നേരെ ഈ ഒരു പൊസിഷനിൽ എത്തിച്ച് നമ്മൾ സെയിം സ്റ്റെപ്പ് RR അപ്പ്, RR ഇൻവേഴ്സ് അപ്പ്, RR അപ്പ് 2 ടൈംസ് RR ഇൻവേഴ്സ്. കറക്റ്റ് ഇവിടെ ബ്ലൂ വന്ന് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ഥലത്ത് കൂടെ സെറ്റ് ആവാനുള്ളൂ. നമുക്ക് അടുത്ത് നമ്മൾ ബ്ലൂ എവിടെയുള്ള നോക്കാം. ഇതവിടെ ഉണ്ട് മുകളിൽ. നമ്മൾ ഈ ഒരു പൊസിഷനിൽ എത്തിച്ചു. ഇങ്ങോട്ടാണ് ഈ ഓറഞ്ചിൻ്റെ സ്ഥലത്തോട്ടാണ് കയറേണ്ടത്. സെയിം സ്റ്റെപ്പ് RR അപ്പ്, RR ഇൻവേഴ്സ് അപ്പ്, RR അപ്പ് 2 ടൈംസ് RR ഇൻവേഴ്സ്. യെസ്, ഇപ്പം എന്തായി, യെല്ലോ കിട്ടിയിട്ടുണ്ട്, വൈറ്റ് കിട്ടിയിട്ടുണ്ട്, ബ്ലൂ കിട്ടിയിട്ടുണ്ട്, ഗ്രീൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടാനുള്ളത് ഓറഞ്ചും റെഡും ആണ്. ഏറ്റവും കൂടുതൽ തെറ്റാൻ സാധ്യതയുള്ളതും ഈ ഒരു സ്റ്റെപ്പാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കാണുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അറിയാം, ഇവിടെ സെൻറ്റർ റെഡ് ആയതുകൊണ്ട് ഈ ഒരു സൈഡിലാണ് റെഡ് വരിക എന്ന് അറിയാം. ഇവിടെ സെൻറ്റർ ഓറഞ്ച് ആയതുകൊണ്ട് നമുക്കറിയാം ഇവിടെ ഓറഞ്ചാണ് വരിക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പിടിക്കാം. ഇപ്പോൾ നമുക്ക് അറിയാം ഈ ഒരു സൈഡിൽ റെഡ് വരുന്നത് കൊണ്ട് ഈ ഒരു സൈഡിലുള്ള ഓറഞ്ച് പീസിനെ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് നമുക്ക് ഇവിടെ ഏത് ഭാഗത്താണോ ഓറഞ്ച് വരുന്നതെന്ന്, ഇപ്പം അതായത് ഇങ്ങനെ പിടിച്ചു. ഞാൻ ആദ്യം മുതൽ ശ്രദ്ധിച്ചോ, ഇങ്ങനെ പിടിച്ചു, ഗ്രീനിനെ ഫേസ് ചെയ്ത് പിടിച്ചു. ഇവിടെ എനിക്ക് കാണാം ഇവിടെ റെഡിൻ്റെ സൈഡാണ്, സെൻറ്റർ റെഡ് ആയതുകൊണ്ട്. അപ്പം ഇവിടെ കിടക്കുന്ന ഓറഞ്ചിനെല്ലാം നമുക്ക് ആദ്യം അപ്പുറത്തേക്ക് ചാടിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഓറഞ്ചിനെ ഞാൻ ഇങ്ങനെ വെച്ചു. ഓറഞ്ച് ഇങ്ങനെ വരുന്ന ഈ ഒരു സെൻറ്ററിൽ വരുന്ന ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഓറഞ്ച്, ഇപ്പോൾ ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക, റെഡിനെ ആണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇവിടെ ഓറഞ്ച്, ഇവിടെ എനിക്ക് റെഡാണ് വരേണ്ടത്. അപ്പം ഇവിടുന്ന് ഒഴിവാക്കേണ്ട പീസായിട്ടുള്ള ഓറഞ്ചിനെ ഞാൻ ഇങ്ങനെ മുകളിൽ ഇവിടെ എത്തിച്ചു. എന്നിട്ട് ഇവിടെ എനിക്ക് ഏത് ഭാഗമാണോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ടത്, ഓറഞ്ച് അല്ലേ, അപ്പം ഇങ്ങനെ റെഡൊക്കെ ആയിട്ട് കിടക്കുകയാണെങ്കിൽ അതിന് നേരെ ഓറഞ്ച് ആക്കി വരുന്ന ഭാഗത്തേക്ക്, അതായത് ഇവിടെ ഓറഞ്ച് ആയതുകൊണ്ട് ഇവിടെയും ഓറഞ്ചുള്ള ഞാൻ സെറ്റ് ചെയ്തു. എന്നിട്ട് നേരെ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു, ഓറഞ്ചും നമ്മൾ തിരിച്ചു. നേരെ തിരിച്ചതിന് ശേഷം ഞാനൊന്ന് ഇങ്ങനെ ഇവിടേക്ക് തിരിച്ചു. അതായത് ഇവിടുന്ന് റെഡിനെയാണ് നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇവിടുന്ന് റെഡ് ആയി കിടക്കുന്ന ഭാഗത്തിനാണ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. ഞാൻ നേരെ ഇങ്ങനെ ഒന്ന് തിരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഓറഞ്ച് അങ്ങോട്ട് പോയി, അവിടെ ഉണ്ടായിരുന്ന റെഡ് ഇങ്ങോട്ട് വന്നു. ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ കാണാം. ഇനി നമുക്ക് ഇവിടുന്ന് പോകാനുള്ളത് ഓറഞ്ചാണ്. ഈ ഓറഞ്ച് നേരെ അങ്ങോട്ട് തിരിച്ചു, ഈ ഒരു ഭാഗത്തേക്ക് തിരിച്ചു വെച്ചു. ശേഷം നമുക്ക് ഇവിടെ ഓറഞ്ചാണ് ഇങ്ങോട്ട് വരേണ്ടത്. അപ്പോൾ ഓറഞ്ചാണ് ഇവിടെ ഓൾറെഡി ഇരിക്കുന്നത്. ഈ ഓറഞ്ച് നേരെ ഒന്നിനെ അങ്ങോട്ട് തിരിച്ചേ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കണ്ടോ, ഇവിടെ ഇപ്പോൾ 2 ഓറഞ്ച് ഉണ്ട് കേട്ടോ, 2 ഓറഞ്ച് ഉണ്ട്. ഇനി ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം. നേരെ ഞാൻ ഈ ഓറഞ്ചിലോട്ട് ഇങ്ങോട്ട് തിരിച്ചു. ഇനി നമുക്ക് ഇവിടുന്ന് വിടേണ്ടത് ഏതാണ്, റെഡിനെ നേരെ ഞാൻ ഇങ്ങോട്ടും തിരിച്ചു. ഓക്കെ, ഇപ്പോൾ നമ്മളെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കറക്റ്റ് എല്ലാ റെഡുകളും പോയി, എല്ലാ ഓറഞ്ചുകളും പോയി. സെൻറ്ററിൽ ഇരിക്കുന്ന എല്ലാ ഓറഞ്ചുകളും ഇവിടുന്ന് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ സെൻറ്ററിൽ ഉണ്ടായിരുന്ന എല്ലാ ഓറഞ്ചുകളും പോയി. ഇപ്പോൾ റെഡാണ് വന്നിട്ടുള്ളത്. ഇവിടെ നേരെ സെൻറ്റർ മൊത്തം എന്തായി, ഓറഞ്ചായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 2 പീസും കൂടെ കിട്ടാനുണ്ട്. എനിക്കറിയാം 2 പീസും കൂടെ നമുക്ക് കിട്ടാനുണ്ട്. ഈ 2 പീസ്, ഈ 2 പീസ്. അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഇതിനെ നേരെ മുകളിലോട്ട് ഇങ്ങനെ ഉയർത്തി വെച്ചു. ഇവിടെ നമുക്ക് കിട്ടാനുള്ളതിനെ നേരെ മുകളിലോട്ട് ഉയർത്തി വെച്ചു. ഇപ്പോൾ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂബിൻ്റെ ഷേപ്പ് മൊത്തത്തിൽ യെല്ലോ ആണ്, വൈറ്റ് ആണ്, ഗ്രീൻ ആണ്, ബ്ലൂ ആണ്. ശേഷം റെഡിൽ 2 നമുക്ക് സെറ്റ് ആക്കാനുണ്ട്. ഇവിടെ മുകളിലാക്കി വെച്ചു കിട്ടാനുള്ള പീസിനെ. നേരെ ബാക്കിൽ ഓറഞ്ചും 2 കിട്ടാനുണ്ട്, അതിനിങ്ങനെ വെച്ചു. നോക്കിയാൽ അറിയാം ഈ ഒരു റെഡിൻ്റെ നേരെ 2 ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ വരാനുള്ള ഓറഞ്ചിന് 2. ഇങ്ങനെ പിടിക്കുക നമ്മൾ. ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഓറഞ്ചിനെ ഇവിടുന്ന് മാറ്റും. എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന റെഡിനെ ഇങ്ങോട്ട് കയറ്റും. ഈ ഒരു ഓറഞ്ച് പോയിട്ട് നേരെ ഇവിടെ കയറും, ഇവിടെ ഇരിക്കുന്ന റെഡ് നേരെ കയറി ഇവിടെ വരും. അതിന് വേണ്ടിയിട്ടൊരു സ്റ്റെപ്പ് ഉണ്ട്. ആ ഒരു സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു ഇതിനെ പിടിക്കണം, ഈ ഒരു റൈറ്റ് സൈഡിൽ ഈ ഒരു ഷേപ്പ് തന്നെ പിടിക്കാം. ഇതേപോലെ ഇവിടെ 2 വന്നു, ഇവിടെ 2 ഇതേ ഷേപ്പിൽ നിങ്ങൾ പിടിക്കാം. ഇപ്പോൾ 2 അല്ലെങ്കിൽ 1 ശരി, കിട്ടേണ്ട സാധനത്തിന് നിങ്ങൾ റൈറ്റ് സൈഡിൽ ഈ ഒരു ഷേപ്പിൽ പിടിക്കാം.
അതേപോലെ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് ഏതാണോ വരാനുള്ളത് അതിനങ്ങനെ പിടിക്കാം. എന്നിട്ട് ഞാനിപ്പോൾ പറയുന്ന സ്റ്റെപ്പ് അങ്ങ് ചെയ്താൽ മതി. RR2 ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ബാക്ക്. RR2 ബാക്ക്. RR2 ബാക്ക് 2 ടൈംസ്. 1 2. RR2 1 2. ഇപ്പം എന്തായി, നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഓറഞ്ച് നേരെ പോയിട്ട് ഇവിടെ കയറിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഫുള്ള് റെഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഓറഞ്ചും കൂടെ പോയിട്ട് ഇവിടെ റെഡ് ആവണം. അതിന് വേണ്ടിയിട്ട് ഈ ഓറഞ്ച് നേരെ തിരിച്ച് ഇവിടെ എത്തിച്ചു. ഇതിൻ്റെ നേരെ പിന്നിൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള റെഡ് വരണം. ഇതാ ഇങ്ങനെ പിടിക്കാം. അപ്പോൾ ഇവിടെ ഓറഞ്ച്, ഇവിടെ റെഡ്. ഈ ഒരു പീസ് അങ്ങോട്ട് പോകും, അവിടെയുള്ള പീസ് ഇങ്ങോട്ട് വരും. അതിന് വേണ്ടിയിട്ട് സെയിം സ്റ്റെപ്പ്. RR2 ബാക്ക്. RR2 ബാക്ക്. RR2 ബാക്ക് 2 ടൈംസ്. 1 2. RR2 യെസ്. ഇപ്പോഴെന്തായി, റെഡായി, ഓറഞ്ചായി, ബ്ലൂ ആയി, ഗ്രീനായി, വൈറ്റ്, യെല്ലോ അതുപോലെ ഉണ്ട്. ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് 2 അൽഗോരിതമാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഇങ്ങനെ പ്ലസ് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് മുകളിൽ ഈ ഒരു പൊസിഷനിൽ എത്തിച്ചു, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് എത്തിക്കാനുള്ള സ്റ്റെപ്പ്. പിന്നെ അവസാനത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. യെല്ലോ നമ്മൾ ഓറഞ്ചും ഗ്രീനും ചെയ്ത പീസ്, ആ ഒരു ഭാഗത്തിൻ്റെ ഓറഞ്ചും റെഡും ചെയ്ത ഒരു ഭാഗത്തിൻ്റെ കാര്യം വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുകൂടെ കണ്ടു നോക്കുക. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ആയിട്ട് ചോദിക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെറിയ ഷോർട്ട് വീഡിയോ അയച്ചിരുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിലും സോൾവ് ചെയ്ത് തരാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂബാണിത്. എന്തായാലും ഒരുപാട് താങ്ക്സ്. വളരെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.